മംഗൾയാന് പിന്നാലെ ചൊവ്വയുടെ രഹസ്യം തേടി മറ്റൊരു പേടകം കൂടി. നാസയുടെ മേവൻ ബഹിരാകാശ പേടകമാണ് 19-ാം തീയതി ഫ്ലോറിഡയിലെ കേപ്പ് കെന്നഡി സ്പേസ് സ്റ്റേഷനിൽ നിന്ന് കുതിച്ചുയർന്നത്. ചൊവ്വയിലെ വെള്ളത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നിർണായകമായ കണ്ടുപിടുത്തങ്ങൾ ഈ പേടകം നടത്തുമെന്നാണ് നാസയുടെ പ്രതീക്ഷ. ചൊവ്വയുടെ 125 കിലോമീറ്റർ അടുത്തുവരെ എത്തുന്ന ഈ പേടകം ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ചും വിശദമായ പഠനങ്ങൾ നടത്തും. 3 ടൺ ഭാരവും 1 ബസിൻ്റെ വലിപ്പവുമുള്ള മേവൻ അടുത്ത വർഷം സെപ്റ്റംബറോടെ ചൊവ്വയിലെത്തും. ഭാവിയിലെ ചൊവ്വ ദൗത്യങ്ങൾക്കുള്ള വാർത്താവിനിമയ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യവും ഇതിനുണ്ട്. 10 വർഷമായി നിർമ്മാണത്തിലിരിക്കുന്ന ഈ പേടകത്തിന് $671 ദശലക്ഷം ഇതിനോടകം ചെലവായത്. വെൽക്കം ടു ബിസ്വീക്ക്. സംസ്ഥാനത്ത് പുതിയ സൗരോർജ്ജ നയം നിലവിൽ വന്നു. 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുകൾക്കും വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾക്കും ഇനി മുതൽ സൗരോർജ്ജ പ്ലാന്റ് നിർബന്ധമായിരിക്കും. സോളാർ പദ്ധതികൾക്കായി ആകർഷകമായ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കാനും പുതിയ നയം വ്യവസ്ഥ ചെയ്യുന്നു. അതേസമയം സംസ്ഥാനത്ത് സോളാർ ഉൽപ്പന്നങ്ങളോട് പ്രിയമേറുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. സോളാർ തട്ടിപ്പും അതേ തുടർന്നുള്ള രാഷ്ട്രീയ കോലാഹലങ്ങളും ഇപ്പോഴും കേരളത്തിൽ ആറിത്തണുത്തിട്ടില്ല. എന്നാൽ അതിനിടയിലാണ് ആഡംബര വീടുകൾക്കും വ്യാവസായിക സ്ഥാപനങ്ങൾക്കും സോളാർ പ്ലാന്റുകൾ നിർബന്ധമാക്കിക്കൊണ്ടുള്ള നയം സർക്കാർ അംഗീകരിച്ചത്. എല്ലാ വ്യാവസായിക സ്ഥാപനങ്ങൾക്കും 2000 ചതുരശ്ര അടിക്ക് മുകളിലുള്ള വീടുകൾക്കുമാണ് സൗരോർജ്ജ പാനൽ ഇപ്പോൾ നിർബന്ധമാക്കിയത്. വീടുകൾക്ക് വിസ്തീർണത്തിന് ആനുപാതികമായി സോളാർ വാട്ടർ ഹീറ്ററും സോളാർ പവർ യൂണിറ്റുകളും ഇനി മുതൽ നിർബന്ധമായിരിക്കും. അപ്പാർട്ട്മെന്റുകൾക്കും ഫ്ളാറ്റുകൾക്കും പൊതു ഉപഭോഗത്തിന്റെ 5% വൈദ്യുതി സൗരോർജ്ജത്തിൽ നിന്നായിരിക്കണമെന്നും നിഷ്കർഷയുണ്ട്. 2015ഓടെ മൊത്തം ഉൽപാദനത്തിന്റെ 0.25% സൗരോർജ്ജത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് നയത്തിന്റെ ലക്ഷ്യം. 2017ഓടെ 500 മെഗാവാട്ട് സോളാർ വൈദ്യുതി ഉൽപാദനവും നയം ലക്ഷ്യമിടുന്നു. അനർട്ടായിരിക്കും പദ്ധതിയുടെ നോഡൽ ഏജൻസി. വഴിവിളക്കുകൾ ക്രമേണ സോളാറാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. സോളാർ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ സബ്സിഡിയും ആകർഷകമായ പലിശ നിരക്കുകളും ഈ നയം ഉറപ്പുവരുത്തുന്നു. അതേസമയം കേരളത്തിൽ സൗരോർജ്ജ സാമഗ്രികളുടെ കച്ചവടം പൊടിപൊടിക്കുന്ന കാലമാണിത്. അനുദിനം പുതിയ കമ്പനികൾ കേരളത്തിലേക്ക് കച്ചവടത്തിനെത്തുന്നു. പവർ കട്ട് കൂടി വരുമ്പോൾ പലരും സൗരോർജ്ജത്തിന്റെ സാധ്യത തേടുകയാണ്. വിളക്കുകൾ, വാട്ടർ ഹീറ്റർ, ഇൻവെർട്ടർ, ഹോം ലൈറ്റിംഗ് സിസ്റ്റം എന്നിവയ്ക്കാണ് ആവശ്യക്കാർ കൂടുതൽ. കാര്യമായ അറ്റകുറ്റപ്പണികൾ ഉണ്ടാവില്ലെന്നതാണ് ഇവയുടെ മേന്മ. 3 വർഷം വരെ ഇവയുടെ ബാറ്ററി നിലനിൽക്കും. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് കോയമ്പത്തൂർ, അഹമ്മദാബാദ്, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും സോളാർ ഉൽപ്പന്നങ്ങൾ കേരളത്തിലെത്തുന്നത്. കേരളത്തിൽ തന്നെ സോളാർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന നിരവധി ചെറുകിട ഉൽപ്പാദകരുണ്ട്. ഇവരുടെ ഉൽപ്പന്നങ്ങളോടാണ് വ്യാപാരികൾക്ക് കൂടുതൽ താല്പര്യം. സോളാർ വാട്ടർ ഹീറ്റർ, സോളാർ ഹോം ലൈറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ വീടുകളിലെ കമ്പ്യൂട്ടർ, ഫ്രിഡ്ജ്, TV ഇതെല്ലാം കംപ്ലീറ്റ് സോളാറിൽ തന്നെ പ്രവർത്തിപ്പിക്കുന്ന രീതിയിലാണ് ജനങ്ങൾക്ക് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അതുകൂടാതെ തന്നെ സോളാർ ലാൻറ്റേൺ, ചെറിയ ഇൻവെർട്ടറുകൾ ഇതെല്ലാം ധാരാളമായി ഇപ്പം നിലയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ വീടുകളിലൊക്കെ തന്നെ ഇത് തന്നെയാണ് ഇപ്പം മറ്റ് ഗവൺമെൻറ് എലക്ട്രിസിറ്റി എടുക്കുന്നതിനോടൊപ്പം തന്നെ ഇത് സോളാറിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഗവൺമെൻറ് 40% സബ്സിഡി നൽകിക്കൊണ്ട് അതുപോലെ തന്നെ ലോൺ നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതി നബാർഡിൻ്റെ സ്കീമിൽ വളരെയധികം ഇപ്പം നടപ്പിലാക്കിയിട്ടുണ്ട്. ഫാനാണ് സോളാർ വിപണിയിലെ പുതിയ താരം. 3500 രൂപയാണ് ഇതിൻ്റെ ശരാശരി വില. സോളാർ ലാമ്പിന് 3500ഉം ഇൻവെർട്ടറിന് 10500 രൂപയാണ് ശരാശരി വില.
വാട്ടർ ഹീറ്ററിന് ലിറ്ററിന്റെ അടിസ്ഥാനത്തിൽ 17,000 മുതൽ 22,000 രൂപ വരെ വില വരും. വിലയുടെ 40% സബ്സിഡി ലഭിക്കും. സോളാർ പാനലുകൾ സാധാരണയായി സംസ്ഥാനത്തിന് പുറത്തുനിന്നാണ് വരുന്നത്. ഇത് ഇവിടെ ഉൽപ്പാദിപ്പിക്കാനായാൽ ഉൽപ്പന്നങ്ങൾക്ക് ഇനിയും വില കുറയ്ക്കാനാകുമെന്ന് വ്യാപാരികൾ പറയുന്നു. എല്ലാ വിഭാഗം ജനങ്ങളും ഒരേപോലെ സോളാർ ഉൽപ്പന്നങ്ങളോട് താൽപ്പര്യം കാണിക്കുന്നതായാണ് വിപണിയിലെ ചലനങ്ങൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വൈദ്യുതോർജ്ജ മേഖലയ്ക്ക് ശുഭകരമായ വാർത്തയാണ് കഴിഞ്ഞ കുറച്ചുകാലമായി സോളാർ വിപണിയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ സർക്കാർ സംരംഭമായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സൗരോർജ്ജ ഉൽപാദനത്തിൽ മാതൃകയാകുന്നു. സൗരോർജ്ജത്തിലൂടെ ബദൽ ഊർജ്ജമാർഗം കണ്ടെത്തുകയാണ് KSIDC. സ്ഥാപനത്തിന്റെ ഓഫീസ് കെട്ടിടത്തിൽ സ്ഥാപിച്ച സോളാർ പാനലുകൾ പ്രതിദിനം 120 യൂണിറ്റ് വൈദ്യുതി നേടിത്തരുന്നുണ്ട്. 2,05,000 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇന്ത്യയിലെ സ്ഥാപിത ശേഷി. ചൈനയുടെ 1/5 മാത്രമാണ് ഇത്. ഇന്ത്യയിലെ വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ആവശ്യം കണക്കിലെടുക്കുമ്പോൾ ഇത് 10%-ഓളം കുറവാണ്. ഇന്ത്യയിലെ 1/3 ജനങ്ങൾ ഇപ്പോഴും വൈദ്യുത പ്രതിസന്ധി നേരിടുന്നവരാണ്. ഈ സാഹചര്യത്തിലാണ് സൗരോർജ്ജ വൈദ്യുതി ഊർജത്തിന്റെ അനന്തമായ സാധ്യതകൾ തുറന്നിടുന്നത്. ബ്യൂട്ടി മാർക്ക് ഗോൾഡിന്റെ മണ്ണാർക്കാട് ഷോറൂമിന്റെ ഉദ്ഘാടനം കഴിഞ്ഞയാഴ്ച നടന്നു. വൈവിധ്യങ്ങളായ സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമെ ഡയമണ്ട്, പ്ലാറ്റിനം, വെള്ളി ആഭരണങ്ങളും ഇവിടെയുണ്ട്. തവണകളായി പണമടച്ച് സ്വർണം വാങ്ങാനുള്ള സൗകര്യവുമുണ്ട്. വിവാഹ പാർട്ടികൾക്കായി പ്രത്യേക ആനുകൂല്യങ്ങളാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുതാര്യമായ സ്വർണ്ണാഭരണ വിപണനത്തിലൂടെ ജനപ്രീതി ആർജിച്ച ബ്യൂട്ടി മാർക്ക് ഗോൾഡിന്റെ 4ാമത് ഷോറൂം മണ്ണാർക്കാടിൽ പ്രവർത്തനം ആരംഭിച്ചു. അന്താരാഷ്ട്ര നിലവാരത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ MLA യും ആദ്യ വിൽപ്പന മണ്ണാർക്കാട് ഖാസി ബാപ്പു മുസ്ലിയാരും നിർവഹിച്ചു. ഡയമണ്ട് സെക്ഷൻ ഉദ്ഘാടനം P. ഹൈദ്രൂസ് മുസ്ലിയാരും ആദ്യ വിൽപ്പന അൽഫായ്ദ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ബഷീറും നിർവഹിച്ചു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ആധുനിക സൗകര്യങ്ങളോടെ രൂപകൽപ്പന ചെയ്ത ഷോറൂമിൽ നിരവധി വിവാഹ പാർട്ടികൾക്ക് ഒരുമിച്ച് പർച്ചേസ് ചെയ്യുന്നതിനുള്ള പ്രത്യേക സജ്ജീകരണം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം, കിഡ്സ് പ്ലേ ഏരിയ, പ്രെയർ ഹാൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കേരളത്തിലെ ഒരു പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായി മാറാൻ ബ്യൂട്ടി മാർക്ക് ഗോൾഡിന് സാധിച്ചു എന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഉപഭോക്താക്കൾക്ക് അവർക്കിണങ്ങുന്ന രൂപത്തിൽ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള അതിനൂതനമായിട്ടുള്ള ഡിസൈനുകൾ വളരെ ന്യായമായിട്ടുള്ള പണിക്കൂലിയിൽ അവർക്ക് എത്തിച്ചതുകൊണ്ടാണ്. അതേപോലെ തന്നെ സുതാര്യമായിട്ടുള്ള ഓരോ ഇടപാടിലും സുതാര്യത കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ബിസിനസ് സംരംഭം നടത്തുന്നതിനാണ് ബ്യൂട്ടി മാർക്ക് ഗോൾഡിന് ഇങ്ങനെ ഒരു ജനഹൃദയങ്ങളിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചതെന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കുട്ടികളുടെ ആഭരണങ്ങൾ, ഡയമണ്ട്, പ്ലാറ്റിനം, ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങൾ എന്നിവയ്ക്കായി പ്രത്യേക സെക്ഷനും ഇവിടെയുണ്ട്. ആഭരണങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനായി ഗോൾഡ് ക്യാരക്ടർ അനലൈസർ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പണിക്കൂലിയിൽ 916 BIS ഹോൾമാർക്ക് സ്വർണം നൽകുന്നതിനോടൊപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഏറ്റവും ഉയർന്ന മൂല്യം, ആജീവനാന്ത സൗജന്യ മെയിൻ്റനൻസ്, ആഭരണത്തോടൊപ്പം പ്യൂരിറ്റി ഗ്യാരണ്ടി കാർഡ് എന്നിവയും ബ്യൂട്ടി മാർക്ക് നൽകുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി 3 മാസക്കാലം നീണ്ടുനിൽക്കുന്ന സവിശേഷ പർച്ചേസ് ആനുകൂല്യങ്ങളും സർപ്രൈസ് ഗിഫ്റ്റുകളും ഒരുക്കിയിട്ടുണ്ട്. കരകൗശല മേളകൾക്കെന്നും കേരളത്തിൽ മികച്ച പ്രതികരണമാണ് ഉണ്ടാകാറുള്ളത്. ഉൽപ്പന്നങ്ങളുടെ വ്യത്യസ്തതയും ന്യായമായ വിലയും റിബേറ്റുകളുമാണ് ഇത്തരം മേളകളുടെ പ്രധാന ആകർഷണം. സാംസ്കാരിക വൈവിധ്യത്തോടുള്ള മലയാളിയുടെ അടങ്ങാത്ത താല്പര്യമാണ് ഇത്തരം മേളകളിലെ ജനപങ്കാളിത്തം സൂചിപ്പിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന മേളകളോട് മലയാളിക്കെന്നും പ്രിയമാണ്. കൈത്തറി, കരകൗശല വസ്തുക്കളാണ് മലയാളിക്ക് ഈ മേളകളോട് പ്രിയം തോന്നാനുള്ള കാരണം.
ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി പ്രദർശനങ്ങൾ കേരളത്തിൽ ഓരോ വർഷവും എത്തുന്നുണ്ട്. രാജസ്ഥാൻ, ഗുജറാത്ത്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് സംസ്ഥാനത്തേക്കെത്തുന്നത്. ഓരോരോ സംസ്ഥാനങ്ങളിലെയും കൈത്തറി വസ്ത്രങ്ങൾ മേളകളിൽ നിന്നു ലഭിക്കും. മാത്രമല്ല, ഓരോ സ്ഥലത്തെയും പ്രത്യേകതകൾക്കനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങളും മേളയിലുണ്ടാകും. ഉൽപ്പന്നങ്ങളുടെ വ്യത്യസ്തതയാണ് ആളുകളെ ഇത്തരം മേളയിലേക്ക് ആകർഷിക്കുന്നത്. പല മേളകളും ഉൽപ്പന്നങ്ങൾക്ക് 20% മുതൽ 30% വരെ ഡിസ്കൗണ്ട് നൽകുന്നുമുണ്ട്. ഇതും ആളുകളെ ഇത്തരം മേളകളിലേക്ക് ആകർഷിക്കുന്നു. പുറമേയുള്ള ഷോപ്പുകളിൽ നിന്ന് ലഭിക്കുന്നതിലും വിലക്കുറവിൽ ഇവിടെ നിന്ന് സാധനങ്ങൾ ലഭിക്കും. ചില മേളകളിൽ ഒന്നെടുത്താൽ മറ്റൊന്ന് നൽകുന്ന രീതിയുമുണ്ട്. മാർബിൾ കൊണ്ടുള്ള കരകൗശല വസ്തുക്കളാൽ ശ്രദ്ധേയമാവുകയാണ് കോഴിക്കോട് ഇപ്പോൾ നടക്കുന്ന ഗുജറാത്തി ഹാൻഡിക്രാഫ്റ്റ് എക്സിബിഷൻ. രാജസ്ഥാനിൽ നിന്നാണ് പ്രധാനമായും മാർബിൾ കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ കൊണ്ടുവന്നിരിക്കുന്നത്. താജ്മഹൽ, ആന, ആമ തുടങ്ങി പ്രതിമകളുടെ നീണ്ട നിര തന്നെയാണ് ഇവിടെയുള്ളത്. ഇത്തരം ചെറുരൂപങ്ങൾ അതിന്റെ നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ടും വ്യത്യസ്തത കൊണ്ടുമാണ് ശ്രദ്ധേയമാകുന്നത്. ഒഡീഷയിൽ നിന്നുള്ള പനയോല ചിത്രങ്ങളും പ്രദർശനത്തിന്റെ പ്രത്യേകതയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കരകൗശല കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് പ്രദർശനത്തിന്റെ ലക്ഷ്യം. ക്രാഫ്റ്റ്സ്മെൻ്റെയും ഹാൻഡ്ലൂം വീവേഴ്സിൻ്റെയും ക്രാഫ്റ്റുകൾ അവരുടെ റേറ്റിൽ തന്നെ ലഭിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന ആദായം അവർക്കും ലഭിക്കുക എന്നുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ എക്സിബിഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളെക്കാൾ കൂടുതൽ ക്രാഫ്റ്റുകളും ഞങ്ങൾ ഈ എക്സിബിഷനിൽ ഒരുക്കിയിട്ടുണ്ട്. രാജസ്ഥാൻ കല്ലുപതിച്ച വിവിധയിനം ആഭരണങ്ങൾ, ടെറാക്കോട്ട ഉൽപ്പന്നങ്ങൾ എന്നിവയും മേളയിലുണ്ട്. ഹാൻഡ് പ്രിന്റഡ് തുണിത്തരങ്ങൾ, വിവിധയിനം സാരികൾ, ചെരുപ്പുകൾ എന്നിവയും പ്രദർശനത്തിന്റെ മാറ്റുകൂട്ടുന്നു. വുഡൻ ടോയ്സ്, ബാഗുകൾ എന്നിവയും ഇവിടെയുണ്ട്. മുത്തുകൾ കൊണ്ടുള്ള കമ്മലും മാലയും വളയുമെല്ലാം ഗുജറാത്തി പ്രൗഢി വിളിച്ചോതുന്നു. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതുന്നതാണ് മേള. 10 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള സാധനങ്ങൾ ഈ മേളയിൽ നിന്ന് ലഭിക്കും. കരകൗശല വസ്തുക്കൾക്ക് 10%, കൈത്തറി തുണിത്തരങ്ങൾക്ക് 20% റിബേറ്റുണ്ട്. വാഹനങ്ങളുടെ വിസ്മയ ലോകമൊരുക്കി ലോസ് ഏഞ്ചലസ് മോട്ടോർ ഷോ. ആഡംബര കാറുകളുടെയും സൂപ്പർ കാറുകളുടെയും പുതുപുത്തൻ മോഡലുകൾ ഷോയിൽ പുറത്തിറക്കി. ലോകത്തിലെ എല്ലാ പ്രമുഖ കമ്പനികളും പങ്കെടുക്കുന്ന ഷോയിൽ നിരവധി കൺസെപ്റ്റ് മോഡലുകളും അവതരിപ്പിക്കപ്പെട്ടു. വരാൻ പോകുന്ന കാറുകളുടെ അത്ഭുത ലോകം തുറക്കുകയാണ് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് ഓട്ടോ ഷോ. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഓട്ടോ ഷോകളിലൊന്നാണിത്. ഇലക്ട്രിക് കാറുകളുടെയും ഹൈബ്രിഡ് കാറുകളുടെയും വമ്പൻ നിരയാണ് ഇത്തവണത്തെ പ്രത്യേകത. പ്രമുഖ കമ്പനികളുടെയെല്ലാം മുൻനിര ആഡംബര കാറുകളും കൺസെപ്റ്റ് മോഡലുകളുമാണ് വാഹനപ്രേമികളെ അതിശയിപ്പിച്ചുകൊണ്ട് ഇവിടെ അണിനിരുന്നത്. 50-ലധികം പുതിയ മോഡലുകൾ പ്രദർശനത്തിൽ വെട്ടിത്തിളങ്ങി. ഇക്കൂട്ടത്തിൽ 2 ഡസൻ കാറുകളുമുണ്ട്. മുഖം മിനുക്കിയതിൽ മുമ്പൻ ജാഗ്വാറാണ്. സ്പോർട്സ് കാർ എന്ന ലേബലിൽ അറിയപ്പെടാനാണ് ജാഗ്വാറിന്റെ തീരുമാനം.
ഇതിനായി തങ്ങളുടെ റേസിംഗ് പാരമ്പര്യം തിരികെ കൊണ്ടുവരാനാണ് കമ്പനിയുടെ ശ്രമം. ഏറ്റവും പുതിയ എഫ് ടൈപ്പ് കൂപ്പയാണ് അവർ അവതരിപ്പിച്ചത്. ഏറെ പ്രശംസ പിടിച്ചുപറ്റിയ എഫ് ടൈപ്പ് റോഡ്സ്റ്ററിന്റെ പുതിയ മോഡൽ. ക്രോസ് ഓവർ കാറുകളാണ് വാഹന ലോകത്തിന്റെ പുതിയ കമ്പം. യൂട്ടിലിറ്റി കാറുകളുടെ പ്രായോഗികതയും സ്പോർട്സ് കാറുകളുടെ പെർഫോമൻസുമാണ് ഇവയുടെ പ്രത്യേകത. മുൻനിര ജർമ്മൻ കമ്പനിയായ പോർഷയുടെ 5ാമത്തെ മോഡലായ ദ മെക്കാം ഇത്തരത്തിൽ സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിളിന്റെയും കാറിന്റെയും സൗകര്യങ്ങൾ സമന്വയിപ്പിച്ചതാണ്. ഫോർഡാകട്ടെ വരാൻ പോകുന്ന അത്ഭുതങ്ങളുടെ ചെറിയ സാമ്പിളുകൾ പുറത്തെടുത്തു. SUV-കളുടെയും ക്രോസ് ഓവറുകളുടെയും ചെറു കാറുകളുടെയും നിരവധി കൺസെപ്റ്റ് മോഡലുകളാണ് അവർ അവതരിപ്പിച്ചത്. എഡ്ജ് എന്ന ഇടത്തരം ക്രോസ് ഓവറാണ് അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം. ജനറൽ മോട്ടോഴ്സ് വ്യത്യസ്തതയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. ഷെവർലെ കൊളറാഡോ അതിനുദാഹരണം. സാധാരണ സെഡാനുകളും ക്രോസ് ഓവറുകളുമല്ലാതെ വ്യത്യസ്തമായ കാറുകളോടുള്ള അമേരിക്കൻ ഉപഭോക്താക്കളുടെ താൽപര്യമാണ് ഇതിന് പ്രേരിപ്പിച്ചതെന്ന് GM പറയുന്നു. ഈ മോഡലിലൂടെ 2005 ശേഷം വീണ്ടും അമേരിക്കയിൽ മികച്ച വിൽപ്പന നേടാനാകുമെന്നാണ് കമ്പനിയുടെ വിശ്വാസം. ഇലക്ട്രിക് കാറുകളുമായാണ് BMW-വിന്റെ വരവ്. i3 എന്ന അവരുടെ ഇലക്ട്രിക് കാറുകൾ ഇതിനോടകം വൻ ജനപ്രീതി നേടിക്കഴിഞ്ഞു. ഇതിനകം 10,000 i3 കാറുകൾക്ക് ബുക്കിംഗ് ആയി കഴിഞ്ഞു എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അവയുടെ ആദ്യ ബാച്ച് ജർമ്മനിയിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞു. അടുത്ത വർഷം പകുതിയോടെ പുറത്തിറങ്ങുന്ന i8 എന്ന മോഡലിനും വൻ ഡിമാൻഡാണ്. ഈ മോഡലിന്റെയും ബുക്കിംഗ് ഇതിനകം പൂർത്തിയായി. ലോകമെമ്പാടും വാഹന വ്യവസായം ഇപ്പോൾ തിരിച്ചുവരവിന്റെ സൂചന നൽകുന്നുണ്ട്. അതിനിടയിൽ വാഹന ലോകത്തിന് ആവേശമാവുകയാണ് ലോസ് ഏഞ്ചലസ് മോട്ടോർ ഷോ. നവംബർ 22-ന് ആരംഭിച്ച ഈ ഷോ ഡിസംബർ 1 വരെ വാഹനപ്രേമികളെ ഹരം കൊള്ളിക്കും. കേരളത്തിലും ഗൾഫിലും ഈയിടെ നടന്ന പ്രധാന ബിസിനസ് വിശേഷങ്ങൾ. ജെറ്റ് എയർവേസിന്റെ 24% ഓഹരി ഇത്തിഹാദ് എയർവേസിന് കൈമാറി. 2.25 കോടിയിലധികം ഓഹരികളാണ് കൈമാറിയത്. ജെറ്റ് എയർവേസിന്റെ 10 രൂപ മുഖവിലയുള്ള ഷെയർ 754 രൂപയ്ക്കാണ് ഇത്തിഹാദ് വാങ്ങിയത്. നവംബർ 12-ാം തീയതിയാണ് കരാർ ഒപ്പിട്ടത്. കരാർ കഴിഞ്ഞയാഴ്ച പ്രാബല്യത്തിൽ വന്നു. ഇത്തിഹാദിന്റെ CEO ജെയിംസ് ഹോഗൻ, മുതിർന്ന ഉദ്യോഗസ്ഥനായ ജെയിംസ് റിഗ്നിജറ്റ് എന്നിവരാണ് എയർവേസിന്റെ ഡയറക്ടർ ബോർഡിൽ അംഗങ്ങളായത്. പട്ടിലെ വിസ്മയ കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് കല്യാൺ സിൽക്സിന് അബുദാബിയിൽ തുടക്കമായി. ബ്രാൻഡ് അംബാസിഡർമാരായ സിനിമാ താരങ്ങൾ പൃഥ്വിരാജും ധനുഷും ചേർന്നാണ് UAE-യിലെ 3ാമത്തെ കല്യാൺ സിൽക്സിന്റെ ഷോറൂം ഉദ്ഘാടനം നിർവഹിച്ചത്. MK ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലി, NMC ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ BR ഷെട്ടി, ചെയർമാനും MD-യുമായ TS പട്ടാഭിരാമൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. അബുദാബി എയർപോർട്ട് റോഡിലുള്ള അൽഫല സ്ട്രീറ്റ് ക്രോസ് ജംഗ്ഷനിലാണ് ഫാഷൻ സമുച്ചയം ആരംഭിച്ചത്. 20 കോടി രൂപ മുടക്കിയാണ് അബുദാബി ലോകോത്തര ഷോറൂം തുടങ്ങിയത്. 15,000 ചതുരശ്ര അടിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഷോറൂം പട്ടിന്റെയും ഫാമിലി ഷോപ്പിംഗിന്റെയും പുത്തൻ അനുഭവം സമ്മാനിക്കുന്നതാണ്. ദോഹയിലും മസ്കത്തിലും ഷോറൂം ഉടൻ ആരംഭിക്കും. കേരളത്തിൽ തിരുവനന്തപുരത്തെ ഷോറൂം ഡിസംബർ 20-ന് ഉദ്ഘാടനം ചെയ്യും. ചിക്കിംഗ് ഫ്രൈഡ് ചിക്കന്റെ പുതിയ ഔട്ട്ലെറ്റ് ദുബായിലെ ലക്കി പ്ലാസയിൽ ഉദ്ഘാടനം ചെയ്തു. UAE-യിലെ മലേഷ്യൻ കോൺസുൽ ജനറൽ ദത്തോ അഹമ്മദ് ഫാദിൽ ബിൻ ഷംസുദ്ദീനാണ് പുതിയ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തത്. ചിക്കിങ്ങിന്റെ 13ാമത്തെ ഷോറൂമാണിത്. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഗൾഫിലെ ആദ്യ ഷോറൂം മസ്കറ്റിൽ പ്രവർത്തനം ആരംഭിച്ചു. ഒമാൻ വാണിജ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അഹമ്മദ് ഹസൻ അൽദ്വീപ് ഉദ്ഘാടനം ചെയ്തു. നടി കാവ്യമാധവൻ മുഖ്യാതിഥിയായിരുന്നു. മസ്കറ്റിലെ റൂവി ഹ സ്ട്രീറ്റിൽ 2 നിലകളിൽ 6000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഗൾഫിലെ ആദ്യ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്.
ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആഭരണം വാങ്ങുന്നവർക്ക് നിരവധി ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രമുഖ സൗന്ദര്യവർദ്ധകോൽപ്പന്ന കമ്പനിയായ ലാക്മയുടെ ബ്രാൻഡുകൾ ദുബായിൽ പുറത്തിറക്കി. പ്രധാന മാളുകളിലും സൂപ്പർമാർക്കറ്റുകളിലും ലാക്മെ ഉൽപ്പന്നങ്ങൾ ലഭ്യമായിരിക്കും. ദുബായ് അർമാനി ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ NMC ഗ്രൂപ്പ് സാരഥി ഡോക്ടർ BR ഷെട്ടി, ലാക്മയുടെ പൂർണിമ ലംബ എന്നിവർക്ക് പുറമെ ബിനായ് ഷെട്ടി, രജനീഷ് വർമ്മ എന്നിവരും സന്നിഹിതരായിരുന്നു. അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ലാക്മെ ഉൽപ്പന്നങ്ങൾ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചു വരുന്നതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. 1 ഡസനിലേറെ സൗന്ദര്യവർദ്ധക ബ്രാൻഡുകളാണ് ലാക്മെ ഗൾഫ് വിപണിയിൽ ഇറക്കിയത്. അന്താരാഷ്ട്ര ഈത്തപ്പഴ മഹോത്സവത്തിന് അബുദാബിയിൽ തുടക്കമായി. അബുദാബി ഫുഡ് കൺട്രോൾ അതോറിറ്റി സംഘടിപ്പിക്കുന്ന മേള 26-ന് അവസാനിക്കും. 15 രാഷ്ട്രങ്ങളിൽ നിന്ന് വിവിധ തരം ഈത്തപ്പനകളുടെയും ഈത്തപ്പഴങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമാണ് ഒരുക്കിയിരിക്കുന്നത്. 175 കമ്പനികളാണ് പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത്. വിവിധ തരം ഈത്തപ്പനകളുടെ പ്രത്യേകതകൾ വിശദീകരിക്കുന്ന പഠന സഹായികളും മേളയിൽ ലഭ്യമാണ്. ദുബായിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന പച്ചക്കറി പഴവർഗ്ഗങ്ങളുടെ പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്ന പ്രദർശനമേള ജനശ്രദ്ധയാകർഷിക്കുന്നു. പ്രതിദിനം 100 കണക്കിന് പേരാണ് മേളയിലെത്തുന്നത്. പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ വിതരണക്കാരായ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വേൾഡ് ഓഫ് പെരിഷബിൾ എന്ന പേരിൽ നടക്കുന്ന മേള. ഫ്രഷ് ഉൽപ്പന്നങ്ങൾ മാത്രം പ്രദർശിപ്പിക്കുന്ന മേളയിൽ യൂറോപ്പ്, ഗൾഫ് രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ നിരവധി കമ്പനികൾ എത്തിയിട്ടുണ്ട്. ഖത്തറിലെ കായിക കേന്ദ്രമായ ആസ്പെയർ സോൺ സംഘടിപ്പിച്ച സ്പോർട്സ് എക്സിബിഷൻ കാഴ്ചക്കാർക്ക് വ്യത്യസ്ത അനുഭവമായി. കായിക മേഖലയിലെ വിപണന സാധ്യത വ്യക്തമാക്കുന്നതായിരുന്നു ആസ്പെയർ ഫോർ സ്പോർട്സ് എക്സിബിഷൻ. പ്രാദേശികവും അന്താരാഷ്ട്ര തലത്തിലുമുള്ള നിരവധി കമ്പനികൾ എക്സിബിഷനിൽ പങ്കെടുത്തു. കായിക മേഖലയിലെ നിർമ്മാണ പ്രവർത്തനം, സുരക്ഷാ ഉപകരണങ്ങൾ, കായിക വസ്ത്രവ്യാപാരം, കൃത്രിമമായ മൈതാന സാമഗ്രികൾ, മരുന്ന് വ്യവസായം തുടങ്ങി പ്രത്യക്ഷത്തിൽ ചെറുതെന്ന് തോന്നുന്ന വലിയ വ്യവസായമാണ് കാഴ്ചക്കാർക്കായി ആസ്പെയർ സോണിൽ പരിചയപ്പെടുത്തിയത്. അന്താരാഷ്ട്ര സ്പോർട്സ് വാഹന നിർമ്മാതാവായ ഫെറാറിയുടെ പ്രത്യേക സ്റ്റാളും പ്രദർശനത്തിനുണ്ട്. ബിസ്വീക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ.